ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അച്ചപ്പം ഉണ്ടാക്കാം. നമ്മളെപ്പോഴും കടയിൽ നിന്നൊക്കെയല്ലേ അച്ചപ്പം മേടിച്ച് കഴിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ അച്ചപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും പറഞ്ഞുതരാം. നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് പച്ചരിയുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. വളരെ നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അളവൊക്കെ പറയുവാണെങ്കിൽ 1 കിലോ പച്ചരിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ 200 മൈദയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 4 കോഴിയുടെ മുട്ട ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം, എള്ള്, ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഏകദേശം 1/2 കിലോ പച്ചരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ പൊടി ഇട്ട് തരാം. അര കിലോ പൊടി ആയതുകൊണ്ട് ഒരു 100 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു സ്പൂണോളം ജീരകം വെറുതെ ഇടുകയാണ് ചെയ്യുന്നത്, ചെറിയ ജീരകം. വീണ്ടും എള്ള് ഉപയോഗിക്കുന്നുണ്ട്. കറുത്ത എള്ളാണ് ഉപയോഗിക്കുന്നത്, അത് 1 സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിനിടുന്നുണ്ട്. പഞ്ചസാര ഇടുന്നത് ഓരോരുത്തരുടെയും മധുരത്തിന് താല്പര്യം അനുസരിച്ച് ആണ് ഇടുന്നത്. ഞങ്ങൾ കുറച്ച് മധുരം ഉപയോഗിക്കുന്നുള്ളൂ. വളരെ കുറച്ച് മധുരം നമുക്ക് ഉപയോഗിക്കാം. ആരും തന്നെ അധികം മധുരം ഉപയോഗിക്കലില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മധുരം. പിന്നെ 1/2 കിലോ പൊടി എടുത്തുകൊണ്ട് 2 കോഴിമുട്ട ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് കുഴച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. 1 കിലോ അരിപ്പൊടിക്ക് 1 തേങ്ങയുടെ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1/2 കിലോ പൊടി എടുത്തുകൊണ്ട് 1/2 മുറി തേങ്ങയുടെ പാലിപ്പം എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കുകയാണ്. ലില്ലിയമ്മി കുഴച്ചെടുത്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കിയേ. അന്നേരം ഇപ്രാവശ്യം നമുക്ക് അച്ചപ്പം. ഇത് അച്ചപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം ഞങ്ങളോട് പറയണം. ഇത് പോരായ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പറയാം അല്ലേ, നല്ല നന്നാക്കാൻ പറ്റുള്ളൂ. മധുരം വേണം, കുറച്ച് മധുരവും കൂടി വേണം. രണ്ട് സ്പൂൺ മധുരവും കൂടി ഇടുന്നുണ്ട്. പഞ്ചസാര ഏകദേശം ആയിട്ടുണ്ട്. മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇങ്ങനെ കയ്യിൽ ഈ ഒരു പാകത്തിന് മാവ് കുഴച്ചെടുക്കണം. ഇല്ലെങ്കിൽ മാവ് റെഡിയായി, നമുക്ക് അച്ചപ്പം ചുട്ടെടുക്കാം. അടുപ്പ് കത്തിക്കട്ടെ. പാത്രം വെക്കണം. ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. കൂടുതൽ എണ്ണ ഒഴിച്ചാൽ അച്ചപ്പത്തിൻ്റെ അച്ച് മുങ്ങി കിട്ടുള്ളൂ. ഇത്രയും ഒഴിക്കണം, എന്നാലേ ആ അച്ച് മുങ്ങാൻ പാകത്തിന് എണ്ണ ഒഴിക്കണം. നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നത് ഓയിലാണ്. വെളിച്ചെണ്ണയിലും വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ കൂടുതൽ ദിവസം ഇരിക്കൂല. കൂടുതൽ ദിവസം ഇരിക്കണമെങ്കിൽ ഓയിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചൂടായി തുടങ്ങി. നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച് ഇതാണ്. ഇത് നമുക്ക് കുറച്ച് നേരം ചൂടാകാൻ വേണ്ടി എണ്ണയിൽ മുക്കി വെക്കണം. ഓടിൻ്റെ ആയതുകൊണ്ട് കുറച്ച് നേരം വേണം ചൂടാവാൻ. സ്റ്റീലിൻ്റെ ഒക്കെ അച്ചാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടായി നമുക്ക് മുക്കിയിടാം. കാരണന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനെ ചെമ്പിൻ്റെ അച്ചാണ്. ഇപ്പോഴാണ് പുതിയ നമ്മളെ തലമുറയൊക്കെ ആയ പിന്നെയാണ് ഈ സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതാണ് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അച്ചിൽ മാവ് മുക്കിയിട്ട് നോക്കാം. ഇത്രയും ഭാഗമേ മുക്കാവുള്ളൂ, മോൾ ഭാഗം മുക്കരുത്.
മുക്കിയാൽ വിട്ട് കിട്ടാൻ പാടാല്ലേ. മോൾ ഭാഗം മുക്കിയാൽ നമുക്ക് വിട്ട് കിട്ടൂല അതിൽ നിന്ന്. മെല്ലെ ഒന്ന് അച്ച് കുലുക്കി കൊടുത്താൽ മതി, അതിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയിക്കോളും. ഇത് വേണ്ട. വീണ്ടും അച്ച് കുറച്ച് നേരം എണ്ണയിൽ വെച്ച് ഒന്ന് ചൂട് പിടിച്ചിട്ട് നമ്മൾ പിന്നെ മാവിൽ മുക്കാവുള്ളൂ. നമ്മൾ എടുക്കുന്ന മാവ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അച്ചേന്ന് വിട്ട് കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ അച്ച പിടിച്ചിരിക്കും. കുറച്ച് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്, അതുകൊണ്ട് എപ്പോഴും ഞാൻ തന്നെയാണ് മാവ് ഇട്ട് കൊടുക്കുന്നത് ഇവർക്ക്. ക്ഷമയും വേണം. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആയിട്ടുണ്ടേ, അങ്ങനെ കോരുവാണേ. ആയില്ലേ? ഈ കളറ് വരണം. എടുക്കുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മറിച്ച് വെച്ചോ. അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കഴിച്ച് നോക്കാം. നോക്കാല്ലേ? ഒരെണ്ണം പൊട്ടിക്കട്ടെ. മധുരം ഉണ്ടോ നോക്കണ്ടേ? എന്തായാലും കഴിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല സോഫ്റ്റാണ്, ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ, നല്ല സാധനമാണേ. നല്ല ക്രിസ്പി ആയിട്ട് അച്ചപ്പം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വൈകുന്നേരത്തേക്ക് കാപ്പിക്ക്, പിന്നെ വരുന്നവരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച് ഒരു കവറിനകത്ത് ഉണ്ടാക്കി വെച്ചാൽ ഒരു കവറിനകത്ത് പിന്നെ പുറത്തേക്ക് ആവിയൊന്നും പോവാതെ പിന്നെ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ വെക്കാം നമുക്ക്. ഇത് പിന്നെ വെളിച്ചെണ്ണയിലല്ലാത്തത് കൊണ്ട്, ഓയിലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഒരാഴ്ചയൊക്കെ വെക്കാം. ഒരാഴ്ച വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ബൈ.